പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രീ പ്രോഡക്ട്സ് എന്ന പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നതിന്റെ ആഘോഷത്തിമിർപ്പിലായിരുന്നു വീട്. ഔദ്യോഗികമായ ഉദ്ഘാടനത്തിന് മുൻപായി വീട്ടുകാരുടെ വകയായി മുത്തശ്ശി മുൻകൈയെടുത്തുകൊണ്ട് ഒരു ചെറിയ ആഘോഷം അവിടെ സംഘടിപ്പിച്ചു. ആഘോഷങ്ങൾക്കായി എല്ലാവരും ഒത്തുകൂടിയെങ്കിലും വിക്രം അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ ക്ഷേത്രത്തിൽ തൊഴാൻ പോയതായിരുന്നുവെങ്കിലും ഉടൻ തന്നെ എത്തുമെന്ന് മുത്തശ്ശി അറിയിച്ചു. സന്തോഷത്തിന്റെ ഈ നിമിഷത്തിൽ ശ്രീജ അല്പം മാറി നിൽക്കുന്നത് കണ്ട് സുധാകര മാഷ് അവളെ മുന്നിലേക്ക് വിളിച്ചു. ഇത് നിന്റെ ദിവസമാണ്, നീയാണ് ഈ കേക്ക് മുറിക്കേണ്ടത് എന്ന് അദ്ദേഹം സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചു. എന്നാൽ അച്ചമ്മയോ അല്ലെങ്കിൽ സുധാകര മാഷോ തന്നെ കേക്ക് മുറിക്കട്ടെ എന്നായിരുന്നു ശ്രീജയുടെ വിനീതമായ അഭിപ്രായം. പക്ഷേ സുധാകര മാഷ് അതിന് സമ്മതിച്ചില്ല. അച്ഛന്റെ പിന്തുണയും സഹായവും ഇല്ലായിരുന്നുവെങ്കിൽ തനിക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ കഴിയില്ലായിരുന്നുവെന്നും മുൻപോട്ടുള്ള യാത്രയിലും ആ പിന്തുണ വേണമെന്നും ശ്രീജ വികാരധീരയായി പറഞ്ഞു. ഒടുവിൽ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി ശ്രീജ തന്നെ കേക്ക് മുറിക്കാൻ തീരുമാനിച്ചു. ശ്രീജ കേക്ക് മുറിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശബരിമലയിലേക്ക് പോവാനായി മാലയിട്ട വേഷത്തിൽ വിക്രം അങ്ങോട്ടേക്ക് കടന്നു വന്നത്. ആ വീട്ടിലെ ആഘോഷങ്ങളും പുതിയ ബിസിനസ് സംരംഭവും കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. ഈ കുടുംബത്തിൽ ആദ്യമായിട്ട് ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നത് തന്റെ മക്കളല്ല, മറിച്ച് മരുമകളാണല്ലോ എന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്ന് സുധാകര മാഷി എല്ലാവരോടുമായി പറഞ്ഞു. ഏതൊരു ബിസിനസ്സിലും വേണ്ടത് സത്യസന്ധതയാണെന്നും കഠിന പ്രയത്നമാണെന്നും അത് തന്റെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും ശ്രീജയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇത് വിക്രമിനും വിനായകനും ഉള്ളിലൊരു കുത്തായി മാറി. എങ്കിലും ശ്രീജയുടെ സംരംഭം വലിയൊരു പ്രസ്ഥാനമായി മാറട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. തുടർന്ന് ശ്രീജ കേക്ക് മുറിച്ച് എല്ലാവർക്കും നൽകി. തുടക്കത്തിൽ വലിയ മെഷീനുകളും മറ്റുമൊന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ പൊടിച്ച് ചെറിയ പാക്കറ്റുകളായി വിതരണം ചെയ്യാനായിരുന്നു തീരുമാനം. ഓർഡർ കൂടുന്നതനുസരിച്ച് വിപുലീകരിക്കാമെന്ന് എല്ലാവരും സമ്മതിച്ചു. ഈ സമയത്താണ് വിനായകൻ തന്റെ ബിസിനസ് ബുദ്ധിപരമായി ഇടപെടുന്നത്. തനിക്ക് പരിചയമുള്ള മൊത്ത കച്ചവടക്കാരുണ്ടെന്നും മാസം 100 കിലോ വരെ അവർ എടുക്കുമെന്നും അവൻ വാഗ്ദാനം ചെയ്തു. പക്ഷേ അതിന് തനിക്ക് ചെറിയൊരു കമ്മീഷൻ വേണമെന്ന ആവശ്യം അവൻ മുന്നോട്ട് വെച്ചു. ഇത് കേട്ട ശ്രീജ രൂക്ഷമായി തന്നെ പ്രതികരിച്ചു. വിനായകൻ ഇതുവരെ ചെയ്തു തന്ന സഹായങ്ങൾക്കൊക്കെ ധാരാളം നന്ദിയുണ്ട്. ഇനി നിന്റെ സഹായം എനിക്ക് വേണ്ട. ഞാൻ എന്റെ വഴിക്ക് പോയിക്കോളാം. നീയും നിന്റെ ഭാര്യ നന്ദിനിയും ഇതിൽ ഇടപെടാതിരുന്നാ മതിയെന്ന് ശ്രീജേട്ടത്തി തീർത്തും പറഞ്ഞു. ഇത് കേട്ട കമലമ്മയും ശ്രീജയെ പിന്തുണച്ചു. ശ്രീജയുടെ വാക്കുകളിൽ അപമാനിതയായ വിനായകൻ തന്റെ ദേഷ്യം മുഴുവൻ തീർത്തത് ഭാര്യ നന്ദിനിയോടാണ്. എല്ലാവരും സന്തോഷത്തോടെ കേക്ക് മുറിക്കുമ്പോൾ മുഖം വീർപ്പിച്ചു നിൽക്കുകയായിരുന്നു നന്ദിനിയോട് അവൻ തട്ടിക്കേറി. കേക്ക് എടുത്ത് കഴിക്കാൻ അവൻ ആക്രോശിച്ചു. താടിയുള്ള അപ്പനേക്കാൾ മീശയില്ലാത്ത വിനായകനെയാണ് നന്ദിനി പേടിക്കുന്നത് എന്ന് കമന്റ് അടിച്ചുകൊണ്ട് മറ്റുള്ളവർ അത് ആസ്വദിച്ചു ചിരിച്ചു. വിനായകന്റെ ഭീഷണിക്ക് വഴങ്ങി പേടിയോടെ നന്ദിനി കേക്ക് വാങ്ങി കഴിച്ചു. വിക്രമെ ശരിക്കും പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് വേദയും മറ്റുള്ളവരും അവരെ കളിയാക്കി ചിരിച്ചു. പിന്നീട് കാണിക്കുന്നത് ഒരു ബാറിൽ വെച്ച് വർഷയുടെ അച്ഛനും ശ്രീകാന്തും മദ്യപിച്ച് സംസാരിച്ചിരിക്കുകയാണ്. തനിക്ക് ശീലമില്ലാത്ത സ്ഥലത്താണ് വന്നിരിക്കുന്നതെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഇത് തന്നെയാണ് നല്ല സ്ഥലമെന്ന് വർഷയുടെ അച്ഛൻ മറുപടി നൽകുന്നു. ശ്രീകാന്തിന്റെ മുഖത്തെ വിഷമം കണ്ട് കാര്യം തിരക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ വെളിപ്പെടുത്തൽ നടന്നത്. അന്ന് രാത്രി ഓഫീസിൽ വെച്ച് വിക്രം തന്നെ ഭീഷണിപ്പെടുത്തിയ കാര്യം ശ്രീകാന്ത് തുറന്നു പറഞ്ഞു. തന്നെ പഴയൊരു ഫോട്ടോ കാണിച്ച് കേസിൽ നിന്ന് പിന്മാറിയില്ല എങ്കിൽ അത് ലീക്ക് ചെയ്യുമെന്ന് വിക്രമിന്റെ ഭീഷണി. അത് എന്താണ് ഫോട്ടോ എന്ന് വർഷയുടെ അച്ഛൻ ചോദിച്ചപ്പോൾ തനിക്ക് വിവാഹത്തിന് മുൻപ് ഒരു ഇഷ്ടമുണ്ടായിരുന്നുവെന്നും ആ പെൺകുട്ടിയുമായിട്ടുള്ള ഫോട്ടോസാണ് വിക്രമിന്റെ അടുത്തുള്ളത് എന്ന കാര്യം ശ്രീകാന്ത് സമ്മതിച്ചു. വെറും ഒരു സെൽഫി മാത്രമാണെങ്കിലും വർഷ അത് കണ്ടാൽ തന്നെ തെറ്റിദ്ധരിക്കുമെന്നും അവളുമായി പ്രശ്നമുണ്ടാവുമെന്നും ശ്രീകാന്ത് ഭയപ്പെട്ടു. വർഷയുടെ അച്ഛൻ ആദ്യം ദേഷ്യപ്പെട്ടുവെങ്കിലും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി. ആ പെൺകുട്ടി ഇപ്പോൾ വിവാഹമോചിതയായി നിൽക്കുകയാണെന്നും വിക്രം അവളെ ഉപയോഗിച്ച് തനിക്കെതിരെ നീങ്ങുമോ എന്ന ഭയമാണ് ശ്രീകാന്തിനുള്ളത്. എന്നാൽ വർഷയുടെ അച്ഛൻ അവന് ധൈര്യം നൽകി. മകൾ തന്റെ കൂടെ സുഖമായി ജീവിക്കുമെന്നും വിക്രമിന്റെ ഭീഷണിയെപ്പറ്റി താൻ അന്വേഷിക്കുക പോലും വേണ്ട എന്നും അദ്ദേഹം ഉറപ്പു നൽകി. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ അയ്യപ്പ ഭക്തനായ വിക്രം അങ്ങോട്ടേക്ക് വരുന്നു. ഈ സമയത്താണ് വേദ തന്റെ പുതിയ പദ്ധതിയുമായി എത്തുന്നത്. വിക്രമിനോട് തന്റെ കൂടെ വരാൻ അവൾ ആവശ്യപ്പെടുന്നു. വർക്ക്ഷോപ്പിൽ പോവാൻ തിരക്കുണ്ട് എന്നൊക്കെ വിക്രം പറഞ്ഞുവെങ്കിലും വേദയുടെയും മുത്തശ്ശിയുടെയും നിർബന്ധത്തിന് വഴങ്ങി വിക്രം കൂടെ പോയി. അവനെ നേരിട്ട് പറമ്പിലേക്കാണ് വേദ കൊണ്ടുപോയത്. അവിടെ വാഴ നടാനായി കുഴിയെടുക്കാനാണ് അവൾ വിക്രമിനോട് ആവശ്യപ്പെട്ടത്. എന്താണ് കുഴി എന്ന് കേട്ടിട്ടില്ലേ എന്ന് പരിഹസിച്ചുകൊണ്ട് തന്നെ അവൾ അവനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ തുടങ്ങി. 25 വാഴക്കുള്ള കുഴി വിക്രം ഒറ്റയ്ക്കെടുക്കണമെന്ന് പറഞ്ഞ് അവൾ അവനെ കുടുക്കി. മണ്ണെടുക്കാൻ തുടങ്ങിയ വിക്രമിന് എങ്ങനെയാണ് ശരിയായി കുഴിയെടുക്കേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. ഈ സമയത്താണ് ഈ ഒരു കാഴ്ചയും കണ്ടുകൊണ്ട് തന്നെ സുധാകര മാഷ് അങ്ങോട്ടേക്ക് വരുന്നത്.
വിക്രം കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അദ്ദേഹം ഇടപെട്ടു. വാഴ നടാനുള്ള കുഴിക്ക് നിശ്ചിത അളവുകൾ ഉണ്ട് എന്നും അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണെന്നൊക്കെ വിക്രമിന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. കൈക്കോട്ടും മൺവെട്ടിയും ഉപയോഗിച്ച് അച്ഛൻ മകന് പണി പഠിപ്പിച്ചു കൊടുക്കുന്ന കാഴ്ച വേദയും മുത്തശ്ശിയും ദൂരെ നിന്ന് കണ്ട് സന്തോഷിച്ചു. അച്ഛനും മകനും തമ്മിലുള്ള അകലം കുറക്കാനാണ് വേദ ഇങ്ങനൊരു പണി ഒപ്പിച്ചത്. പറമ്പിൽ ഒരുമിച്ച് അധ്വാനിക്കുമ്പോൾ അവർ തമ്മിൽ കൂടുതൽ അടുക്കുമെന്നും വേദ കണക്കൂട്ടി. അത് ശരിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ പെരുമാറ്റം. സുധാകരൻ മാഷ് ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ വിക്രം അനുസരണയുള്ള കുട്ടിയെ പോലെ തന്നെ അത് ചെയ്യുന്നത് കണ്ട് കമലമ്മയും സന്തോഷത്തിൽ കണ്ണീരണിഞ്ഞു. അടുക്കളയിലിരുന്ന നന്ദിനി മുത്തശ്ശിയും വേദയും തമ്മിലുള്ള അടുപ്പം കണ്ട് അസ്വസ്ഥയായി. വേദ മുത്തശ്ശിയുടെ കണ്ണും പൊത്തി കളിക്കുന്നതും സ്നേഹിക്കുന്നതും കണ്ട നന്ദിനി അവരെ പരിഹസിക്കാൻ ശ്രമിച്ചു. എന്നാൽ മുത്തശ്ശി നന്ദിനിക്ക് ചുട്ട മറുപടി നൽകി. വിക്രമിനെ കൊണ്ട് പറമ്പിൽ പണിയെടുപ്പിക്കുന്നത് തന്റെ ബുദ്ധിയാണെന്ന് മുത്തശ്ശി അവകാശപ്പെട്ടു. എന്നാൽ നന്ദിനി വിട്ടുകൊടുത്തില്ല. വേദയ്ക്ക് വേറെ എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും നാളെ മുത്തശ്ശി തന്നെ അത് പറഞ്ഞ് ദുഃഖിക്കേണ്ടി വരുമെന്നൊക്കെ അവൾ മുന്നറിയിപ്പ് നൽകി. എന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നന്ദിനി സംസാരിക്കുന്നതെന്ന് മുത്തശ്ശിക്കും വേദക്കും മനസ്സിലായിരുന്നു. എന്നാൽ വേദ അതൊന്നും കാര്യമാക്കാതെ നന്ദിനിയെ തിരിച്ചും വെല്ലുവിളിച്ചു. നാളെ ശ്രീ പ്രൊഡക്ട്സിന്റെ പ്രവർത്തനം തുടങ്ങുകയാണ്. വേദയും അച്ചമ്മയും പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട്. എന്നാൽ നന്ദിനിയും വിനായകനും അത് അവർക്കൊരു പുതിയ കുതന്ത്രങ്ങളുമായി കാത്തിരിക്കുന്നു. ഈ ഒരു ശ്രീജയുടെ ബിസിനസ് സംരംഭത്തോടു കൂടെ തന്നെ പിന്നീട് വരാൻ പോകുന്നത് ഈ കുടുംബത്തിലെ തന്നെ വലിയൊരു ട്രാജഡി തന്നെയായിരിക്കും. അതിന്റെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് റിവ്യൂ ഞാൻ പറയാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.